എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? ഉണ്ട്, ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്. ആ കടൽ കൊള്ള എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി വിരിഞ്ഞത്ത് ആ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ്. നമ്മളെയാണല്ലോ മച്ചമ്പി. അതിപ്പോ ഓർമ്മ ഉണ്ടാവില്ല, മറന്നുപോയി. ഇല്ല, മറന്നുപോയി. എന്നിട്ട് കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വിഴിഞ്ഞ കമ്മീഷൻ ചെയ്തപ്പോ കടലിലെ വിപ്ലവം എന്താണ്? വിപ്ലവ സിംഹമേ. സത്യത്തിൽ അത് ഇരട്ടപ്പേരാ. ഈരൊക്കെ ഞാനാവില്ല. നാണാവുന്നുണ്ട് തനിക്ക്. പറ്റിപ്പോയി. എന്താണ് എടാ പറ്റിപ്പോയി. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. പിച്ചച്ചട്ടിയില് കൈയിട്ട് വരുന്ന ഒരു തെണ്ടി കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കിട്ടില്ല. ഞാനാവില്ല. ഓരോ നേരം ചോദ്യം പോയി. അയ്യോ, നിങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങൾ ചോദിച്ചപ്പോഴുള്ള എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു. അത് ശരിയാ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറും? ഇതുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. 100% ഞാൻ യോജിക്കുന്നു. അതല്ല പറയാ 50 മിനിറ്റ് പുള്ളി തന്നെ വായിക്കും. ബാക്കി ഒരു 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റില് ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ പോലെ ഒരു 3-4 പേരെ ഇരുത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ വിട്ടതാ, എനിക്ക് ഉറപ്പായിരുന്നു. ആ തേണ്ടി RDPയുടെ തൊലി വിരിക്കുകയാണ് ഉത്തമ. ആ നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ലെജൻഡാണ്, കാരണഭൂതനാണ് എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കും. നമ്മുടെ നാട്ടുകാരും വെറും മണ്ടന്മാരല്ലടാ. അത് കഴിയുമ്പോ സമയമായി 7 മണി. എഴുന്നേക്കട്ടെ. നമസ്കാരം. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ.